അതായത് ശുദ്ധീകരണത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സമുദ്രങ്ങൾ എല്ലാം കൂടിയാൽ ഉണ്ടാകുന്ന അത്രയും വിസ്താരത്തിലുള്ളതായ ഒരു വലിയ സ്ഥലമാണ് ഈ ശുദ്ധീകരണം. അവിടെ നൂറുകണക്കിനല്ല കോടിക്കണക്കിന് മില്യൺസ് ആൾക്കാർ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ തീഗോളങ്ങൾ കാണുന്നു. ഓരോ പാപം ഒരു കടവും കൂടിയാണ്. അപ്പം ഈ ശുദ്ധീകര അവസ്ഥയിലുള്ള വ്യക്തികൾ അവിടെ കടപ്പത്രങ്ങൾ യജമാൻ്റെ മുമ്പിൽ നിൽക്കുന്നു. പാപത്തിൻ്റെ കടങ്ങൾ അത് അവർക്ക് വീട്ടാൻ പറ്റുന്നില്ല, മായ്ക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് മായ്ക്കാൻ പറ്റുന്ന കാര്യസ്ഥതയിലുള്ളവർ ഭൂമിയിലുള്ള നമ്മളാണ്. പിന്നെ അവിടെ ഏറ്റവും വലിയ വിഷമം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഇതില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടു. മാതാവ് അവരെ വരികയും ആശ്വസിപ്പിക്കുക. കാരണം മാതാവിൻ്റെ മക്കളാണ് നമ്മളെല്ലാം. അത് ഞാൻ കണ്ടു. എൻ്റെ ഒരു വലിയ ടണലിൽ കൂടെ ഞാൻ പോകുന്നു. വലിയ ടണലിൽ കൂടെ പോകുന്നു. മാല കൂടെ ഉണ്ട്. സ്വർഗ്ഗവാതിൽ തുറക്കുന്നു.